ഏവർക്കും അറിയാം ഏത് ഭാവത്തിലും ഒരു സ്ത്രീ മനോഹരിയാണെന്ന്. എന്നാൽ ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരിയാക്കുന്ന ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അവളുടെ മാതൃഭാവം. സ്വന്തം കുഞ്ഞിനു വേണ്ടി സ്വർഗീയ സൗഭാഗ്യങ്ങൾ പോലും ത്യജിക്കുവാൻ തയ്യാറാകുന്ന ഒരു അമ്മയുടെ കഥ ഈസ്റ്റ് മിൽ സ്റ്റോണിലെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗം, നരകം, ഭൂമി എന്നിങ്ങനെ സർവപ്രപഞ്ചത്തിലും വ്യാപരിക്കുന്ന മാതൃസ്നേഹത്തിന്റെ കഥ പ്രട്ടി വുമൺ ഇവിടെ ആരംഭിക്കുന്നു. എന്താ കരണം തുറക്കണത്? ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. പള്ളിമണി നാം ഉള്ളരിയണം നാം അല്ലൊഴിവാകാൻ ഒന്നു ചേരാം. ഹല്ലേലൂയ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ഒരു പുൽക്കൂട്ടിൽ സ്വർഗം കനിഞ്ഞല്ലോ, സ്വപ്നപ്പൂ കിണിഞ്ഞല്ലോ, പുതുവർഷം തളിർത്തു നിന്നല്ലോ. ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുമ്പോൾ മാർഗം തെളിഞ്ഞല്ലോ, തുയിൽ മാറി ഉണർന്നിതുലകാകെ. വരവേൽക്കേണ്ടും വിശുദ്ധി വരമായി മഞ്ഞൾ പരത്തി, കനിവിൻ നന്മയതിടർത്തി തെളിച്ചു മനുജർക്കു ചേർത്തിതനുപമമാം സുഹൃതം. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ബലകരമതിമേയുയർത്തി വലിയൊരിടയനാം യഹൂദൻ, കനിവുടനുഗ്രഹമണയ്ക്കാൻ തുണയ്ക്കായി വരണേ. ഒരുമിച്ചുരേക മനസ്സായി ശ്രുതി ചേർത്തു നീതി നിറവായി, സുവിശേഷ സുഖം കലരും വചനം നിറയും നലമായി പൊരുളായി നെറിയായി പകരാവൂ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. എന്റെ ശോശനെ, നിന്നെ ഞാൻ എവിടെല്ലാം നോക്കി, നീ ഇവിടെ ഇങ്ങനെ മാലാഖമാരോടെ കളിച്ചോണ്ടിരിക്കുവാണോ? ഈ മാലാഖ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനും ചിരിക്കാനും എന്നെ രസമാണെന്ന് അറിയാമോ? ഓ, നിന്റെ ഒരു കളിയും ചിരി. ഈ സോളമന്റെ തന്നെ ഞാൻ ഈ സ്വർഗത്തിൽ പിന്നെ എന്നാ ചെയ്യാനാ? നിനക്കിപ്പം സർവ്വസമയവും മാലാഖമാരും മൽപ്പന്മാരും മാത്രം മതിയല്ലോ. ഞാൻ ഇവിടെ ഉള്ള കാര്യം പോലും നീ മറന്നു. എന്റെ സോളമ, ഇവിടെ സോളമന് വേണ്ടി എനിക്ക് ചോറും കറിയും ഉണ്ടാക്കണ്ട, തുണി അലക്കണ്ട, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലേലും അതുള്ളതാ. സുഖസൗകര്യങ്ങൾ കൂടുമ്പോൾ പെണ്ണുങ്ങൾ കെട്ടിയവനെ മറക്കും. ഇവിടെ ഇപ്പൊ ഞാനില്ലേലും നിനക്കെന്നാ? അയ്യടാ, ഇതെന്നാ ഇന്ന് ഇങ്ങനൊരു വർത്തമാനം? ഭൂമിയിലായിരുന്നപ്പം ഒരു ദിവസം പോലും നിനക്കെന്നെ പിരിഞ്ഞിരിക്കാൻ മേലായിരുന്നു. അത് പിന്നെ അങ്ങനല്ലേ നമ്മൾ ജീവിച്ചത്? ആ ജീവിതമല്ലേ നമ്മളെ ഇവിടെ എത്തിച്ചത്. ഈ സോളമനും ശോഷണയും കണ്ടുമുട്ടി പണ്ടേ, മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ, കണ്ണ് കൊണ്ടും ഉള്ള കൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ. തുത്തൂരു
നമ്മൾ കാണുമ്പോൾ അറിയാതെ പരസ്പരം നോക്കുമായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ കല്യാണം കഴിച്ച് ഒന്നിച്ചു ജീവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചെറുപ്പത്തില് എന്നാ പത്രാസായിരുന്നു. അപ്പച്ചന് കുറച്ച് പൈസ ഉണ്ടായിരുന്നതിന്റെ ഹുങ്കായിരുന്നു. പിന്നെ എല്ലാരോടും കൂട്ടുകൂടാൻ അപ്പച്ചൻ സമ്മതിക്കില്ലായിരുന്നു. അതല്ലേ ഞാൻ മാറി നടന്നത്. എന്നാലും മനസ്സിൽ ഇഷ്ടമായിരുന്നു. അതെനിക്കറിയായിരുന്നു. മോൾക്ക് പ്രായമായി, കല്യാണാലോചനകൾ ഒന്നും നടക്കാതായപ്പോൾ എന്റെ മനസ്സ് മാറി. മനസ്സ് മാറിയെന്നോ? മാത്രമല്ല, ആവലാതിയായിരുന്നു. എവിടെയെങ്കിലും കെട്ടിച്ചു വിട്ടാൽ മതിയെന്നായി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം അപ്പച്ചൻ അമ്മച്ചിയോട് പറയുന്നത് കേട്ടു, നമ്മൾ എന്തിനാ മറ്റു നാട്ടിലൊക്കെ അന്വേഷിക്കുന്നത്, ഇവിടെ തന്നെ നല്ല ചെറുക്കന്മാരുണ്ടല്ലോ, സോളമൻ നല്ല പയ്യനല്ലേ എന്ന്. അങ്ങനെ നീ എന്റെ തലയിലായി. ഉവ് സുന്ദരിയും സുശീലയുമായി ശോശനെ കണ്ടപ്പോൾ വീണെന്ന് പറഞ്ഞാ മതി. അതെ, നിന്റെ അപ്പൻ കണ്ടത്തിൽ പൂട്ടാൻ 2 കാളകളെ മേടിക്കാൻ കാശ് തരാന്ന് പറഞ്ഞപ്പോൾ എന്റെ അപ്പൻ സമ്മതിച്ചു. കൂട്ടത്തിൽ എനിക്കൊരു പോത്തിനെയും കിട്ടും. ചേട്ടാ, എന്നാലും അന്നു മുതൽ എന്റെ ജീവിതം ഒരു സംഗീതം പോലെ മധുരമുള്ളതായിരുന്നു. ഇപ്പോഴും ആ മധുരസ്മരണകളാണ് എന്റെ മനസ്സിൽ. നീ എന്നായി പറയുന്നത്? സ്വർഗത്തിൽ വന്നിട്ടും നിനക്ക് ഭൂമിയിലെ ജീവിതമാണ് കൂടുതൽ ഇഷ്ടമെന്നോ? ദൈവം കേക്കണ്ട, നിന്നെ ഇവിടെ അടിച്ചോടിക്കും. സ്വർഗമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. നമ്മുടെ ജീവിതം എനിക്ക് സ്വർഗം തന്നെയായിരുന്നു. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിൽ ആകെ നിറഞ്ഞോ, ആകെ നിറഞ്ഞോ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിലാകെ നിറഞ്ഞോ, ആകെ നിറഞ്ഞോ. എന്താ ഇവിടെ ഭൂമിയിലെ പോലെ ഇവിടെയും കശപിശ തുടങ്ങിയോ? അങ്ങനൊന്നുമില്ല. ഞങ്ങൾ അതുവിധം സംസാരിച്ചെന്ന് മാത്രം. ഇവിടെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലേ എന്ന് പറയുമായിരുന്നു. അതെന്താ ഇങ്ങനെ എപ്പോഴും കാണണമെന്ന് തോന്നുന്നത്? അത് പിന്നെ അങ്ങനെയല്ലേ, മനസ്സിലിങ്ങനെ മാറാതെ മറയാതെ കിടക്കുമല്ലേ. അത് പിന്നെ പത്രോസ് ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അത് ശരി, ഞാൻ സമ്മതിച്ചു. അത് മതി. ഞങ്ങളുടെ ബന്ധം എന്നതായിരുന്നു എന്ന് പിന്നൊരു ദിവസം ഞാൻ പത്രോസ് ചേട്ടന് പറഞ്ഞു തരാം. ശോശന്റെ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അതെന്താ? ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടായിരിക്കുന്നത്. എന്നിട്ടാണോ ഞാൻ പണ്ട് കിണറ്റി വീണിട്ട് ആരും കാണാതെ 2 മണിക്കൂറോളം കിടന്നത്? അതിനെന്താ, അവസാനം സോളമൻ തന്നെ വന്നില്ലേ നിന്നെ രക്ഷിക്കാൻ? അതൊക്കെ ദൈവത്തിന്റെ ഓരോ പദ്ധതികളാ. അതെയോ? ഭാഗ്യത്തിന് അന്ന് കണ്ടത്തിൽ നിന്ന് വന്നപ്പം കിണറ്റിൻകരയിൽ പോയി കാലൊന്ന് കഴുകിയിട്ട് പോകാമെന്ന് തോന്നിയത് നന്നായി. അതെല്ലാം ദൈവത്തിന്റെ ഓരോ പദ്ധതികളാ. എന്നാലും ഭൂമിയിൽ നടക്കുന്നത് എല്ലാം കാണാമെന്ന് പറയുന്നത് എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സംശയമുണ്ടോ? എല്ലാ സമയവും കാണുന്നുണ്ടോ? എല്ലായിടത്തും എല്ലാ സമയവും നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് കാണാം. രാത്രിയിലും? രാത്രിയിലും. കഷ്ടം. Molino,
അവൻ വരുന്നു, ഈ നരകത്തിലേക്ക് അവൻ വരുന്നു, ഈ ലൂസിഫറിന്റെ സാമ്രാജ്യത്തിലേക്ക്. കുറച്ചു നേരമായല്ലോ ഇത് തന്നെ പറയുന്നു. ആര് വരുന്നെന്നാ? വളരെ നാളായി ഞാൻ കാത്തിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുത്തനെ. ദുഷ്ടരിൽ ദുഷ്ടൻ, ചതിയന്മാരുടെ രാജാവ്, ഈ ഇവനെയാണ് ഞാൻ കാത്തിരുന്നത്. ആരുടെ കാര്യമാ പറയുന്നേ? ചാക്കോച്ച്. ഇന്നവൻ ഭൂമിയിൽ മരിച്ചു. നാട്ടിലെ സകല കുഴപ്പങ്ങൾക്കും കാരണക്കാരൻ അവനായിരുന്നു. ചതി, കുതികാൽ വെട്ട്, അങ്ങനെ നമുക്കെന്തുകൊണ്ടും യോഗ്യൻ. അവനെ എത്രയും വേഗം ഇവിടേക്ക് കൊണ്ടുവരണം. അതിനെന്താ, നമ്മുടെ ടീം എപ്പോഴും റെഡിയല്ലേ? അതുപോരാ, അവനെ നമുക്ക് ആഘോഷങ്ങളോടെ സ്വീകരിക്കണം. ഭാവിയിൽ ഈ നരകത്തിന്റെ പ്രധാനിയാകേണ്ടവനാണ്. സ്വീകരണത്തിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. എത്ര നാളായി ആരെങ്കിലും ഈ വഴിക്ക് വന്നിട്ട്? ഇങ്ങനെ പോയാൽ ഈ പ്രസ്ഥാനം തന്നെ പൂട്ടിക്കെട്ടേണ്ടി വരും. അതെങ്ങനെയാ? ഭൂമിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും കൂടി എത്ര ധ്യാന കേന്ദ്രങ്ങളാ തുടങ്ങിയിരിക്കുന്നത്. ധ്യാനം കൂടി ആൾക്കാരൊക്കെ നന്നായി പോകുമല്ലേ? പിന്നെങ്ങനെയാ ഏതെങ്കിലും ആത്മാക്കൾ ഇങ്ങോട്ട് വരുന്നത്? ഇപ്പോൾ വടക്കൊക്കെ കുറച്ച് തീവ്രവാദികൾ ഉള്ളതുകൊണ്ട് ഇത് അന്യം നിന്ന് പോകാതെ കഴിയുന്നു. ശരിയാ, ഇപ്പോൾ അവരെ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പണ്ടൊക്കെ മനുഷ്യർ അമേരിക്കയിലൊക്കെ പോയി കുറച്ച് പാവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാണോ? സീറോ മലബാറും മലങ്കരയും അമേരിക്കയിൽ പോയി മിഷനുകളും രൂപതയും ഒക്കെ തുടങ്ങി മനുഷ്യരെ മുഴുവൻ നന്നാക്കുവന്നെ. അങ്ങനെ ആ വഴിയുമാണ്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുകയുള്ളൂ. അതിനല്ലേ ഞാൻ വളരെ കാലമായിട്ട് പറയുന്നത്, ഒരു കൊമേഴ്സ്യൽ ഉണ്ടാക്കാൻ. ഇക്കാലത്ത് എല്ലാത്തിനും നല്ല മാർക്കറ്റിംഗ് വേണം. കണ്ടിട്ടില്ലേ, ഒരു മുട്ടുസൂചിക്ക് പോലും ടിവിയിൽ എത്ര നല്ല പരസ്യങ്ങളും. എത്ര നാളായി ഞാൻ പറയുന്നു, നമുക്കൊരു നല്ല കൊമേഴ്സ്യൽ വേണമെന്ന്. മനുഷ്യരെ ആകർഷിക്കുന്നു, കോരിത്തരിപ്പിക്കുന്നു ഒരു നല്ല കൊമേഴ്സ്യൽ. ഇതുവരെ അതുണ്ടാക്കാൻ കഴിഞ്ഞോ? അതിന്റെ ഫൈനൽ ടച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തന്നെ റെഡിയായിരിക്കുകയാണ്. അങ്ങ് കണ്ട് തീരുമാനിച്ചാൽ മതി. എങ്കിൽ ഉടനെ തന്നെ കാണാം, ഒട്ടും താമസിക്കണ്ട.
for a very special night and party celebration. കണ്ടില്ലേ അവരുടെ ഒരു സന്തോഷം? എനിക്കെന്നെ സഹിക്കുന്നില്ല. എന്നാണോ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പറയാനല്ലേ ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നത്. എന്താ കാര്യം? നിനക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം എന്നാലും പറയാം. ഓ, ഈ സ്വർഗത്തിൽ എന്നാ വിഷമമുണ്ടാക്കുന്ന കാര്യം? അതല്ലടി, നരകത്തിൽ അവർക്കൊക്കെ ഇത്ര സന്തോഷം എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ മകൻ ചാക്കോച്ചി മരിച്ചു. അയ്യോ, ശരിയാണോ? എനിക്ക് വയ്യ. മരിക്കാൻ മാത്രം അവൻ അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. ആരൊക്കെയോ ചേർന്ന് കെണിയൊരുക്കിയതാ. ശരിയാ, അല്ലേലും അവൻ അത്ര നല്ല നടപ്പല്ലായിരുന്നു. അവസാന കാലത്ത് അവൻ എന്നെ എത്ര കഷ്ടപ്പെടുത്തി. പോരാത്തതിന് അവന് ചേർന്ന ഒരു ഭാര്യയെ. ക്ഷമിച്ചു കള എന്റെ സോളമ, നമ്മുടെ മോനല്ലേ. എനിക്കറിയാം ഞാൻ മരിച്ചതിന് ശേഷം അവൻ നിന്നെയും വളരെയധികം കഷ്ടപ്പെടുത്തിയെന്ന്. ഞാനതൊക്കെ ക്ഷമിച്ചു. മക്കളല്ലേ, നമുക്ക് ക്ഷമിക്കാതെ പറ്റുമോ? എന്നാലും മരിച്ചെന്ന് കേൾക്കുമ്പോ ഒരു വിഷമം. ഞാനും ഒരമ്മയല്ലേ. സാരമില്ല, ഇങ്ങോട്ട് വരുമ്പോ കാണാമല്ലോ. അത് ശരി, നീ കണ്ടില്ലേ നരകത്തിൽ അവരുടെ സന്തോഷങ്ങൾ? ചാക്കോച്ചി അങ്ങോട്ട് ചെല്ലുന്നതിന്റെ സന്തോഷമാണ്. അപ്പൊ അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? അവന്റെ പ്രവൃത്തികൾ വെച്ച് എങ്ങനെയാടി സോളമ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ നമ്മുടെ മകനല്ലേ. എങ്ങനെയെങ്കിലും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്തെങ്കിലും വഴിയുണ്ടോ? അതെല്ലാം ത്രോസിന്റെയും ദൈവത്തിന്റെയും തീരുമാനമല്ലേ സോളമ? അവൻ നമ്മളോട് ചെയ്തതൊക്കെ നമുക്ക് ക്ഷമിക്കാം. നമ്മൾ ക്ഷമിച്ചു എന്ന് പത്രോസിനെ കണ്ട് പറയണം. അതൊക്കെ നമ്മൾ പണ്ടേ ക്ഷമിച്ചതല്ലേ? പത്രോസിനും അറിവുള്ളതല്ലേ? പക്ഷേ നാട്ടുകാർക്കൊക്കെ അവൻ എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്തത്. അവർ ക്ഷമിക്കുവോ? എനിക്കൊന്നും അറിയില്ല. നമ്മുടെ മോനല്ലേ അവൻ. ഒന്ന് ഓർത്തു നോക്കിക്കേ, അവനുണ്ടായ ആ നാളുകൾ എത്ര സന്തോഷമായിരുന്നു നമുക്ക്. അവന്റെ ആ ചിരിയും കളിയും എത്ര രസമായിരുന്നു.
പൂക്കൾ വിരിയും നീർച്ചോലക്കുളിരിൽ നീന്തും നീയാരോ സ്വർണ്ണമീനോ. അമ്മ കുരുവി ചൊല്ലുമോരായിരം കുഞ്ഞി കഥകളുടെ തേൻകൂടിതായെന്നുമനെ. എങ്ങനെയെങ്കിലും നമുക്ക് അവനെ രക്ഷിക്കണം സോളമ. എന്താ നിങ്ങൾ തമ്മിലൊരു തർക്കം? പത്രോസേ, ദേ ഞങ്ങളുടെ ചാക്കോച്ചി മരിച്ചു. അവനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുവരണം. അതാണോ കാര്യം? ഇന്ന് രാവിലെ മുതൽ ഞാൻ നോക്കുകയായിരുന്നു എന്തെങ്കിലും വഴിയുണ്ടോന്ന്. ഒരാത്മാവിനെ പോലും കളയാതെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ് എന്റെ ദൗത്യം. എനിക്ക് സമാധാനമായി. പക്ഷേ ഇവന്റെ കാര്യത്തിൽ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. ഞങ്ങളുടെ ഈ സീറ്റ് അവന് കൊടുത്താ മതി. അതെ അതെ, ഞങ്ങളുടെ കുഞ്ഞ് കഷ്ടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. നിങ്ങളുടെ ഈ മനസ്സും സഹജീവികളോടുള്ള കാരുണ്യവുമല്ലേ നിങ്ങളെ എവിടെ എത്തിച്ചത്? അതുപോലെ അവന്റെ പ്രവൃത്തികൾ അവന്റെ വിധി നിർണയിക്കും. എല്ലാവർക്കും അറിയാം അവൻ മോശമായിട്ടാണ് ജീവിച്ചതെന്ന്. പക്ഷെ അവൻ നരകത്തിൽ പോകുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല. അങ്ങ് എന്തെങ്കിലും വഴി കാണണം. ഞങ്ങളെ സഹായിക്കണം. ഞാൻ വേണമെങ്കിൽ ഭൂമിയിലേക്ക് പോകാം. അവൻ ചെയ്ത എല്ലാത്തിനും 4 ഇരട്ടി പ്രാശ്ചിത്യം ചെയ്യാം. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മകനെ രക്ഷിക്കണം. അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും പരിധിക്കപ്പുറമുള്ള ഒരു കാലം വരുമെന്ന് ആരും ഓർക്കുന്നില്ല. അവനവന്റെ പ്രവൃത്തികൾ മാത്രം, നന്മകൾ മാത്രം തൂക്കി നോക്കുന്ന കാലം. ഈ സ്വർഗത്തിൽ നിന്ന് ആരെയും ഭൂമിയിലേക്ക് വിടാറില്ല. ഇതുപോലെ മുമ്പും പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധനവാൻ അവന്റെ ബന്ധുക്കൾക്ക് കണ്ടുപിടിക്കുവാൻ ലാസറെ ഭൂമിയിലേക്ക് അയക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങ് കനിയണം. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടുകയില്ല. ഞാൻ ആലോചിക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ. നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കൂ, സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. തോളമ, എനിക്കിത് താങ്ങാനാവുന്നില്ല. നീ ഒന്ന് സമാധാനിക്കും. പത്രോസ് പറഞ്ഞില്ലേ ദൈവത്തോട് അപേക്ഷിക്കാൻ. ഇതെന്റെ രക്തം, ഇതെന്റെ മാംസം, ഇതെന്റെ ജീവിത ബലിദാനം. വേർപ്പു കലർന്നു കലങ്ങിയ ചോര ചോപ്പിൽ സന്ധ്യ ചുവക്കുമ്പോൾ ഉയിരു തരുന്നു ഞാൻ പ്രിയജനമേ, എടുത്തുകൊള്ളൂ മതിയോളം. അമ്മ കന്യാമണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമുഖി പരവാനോ
വേണ്ടില്ലായിരുന്നു. പത്രോസ് നേരത്തെ വരുമെന്നല്ലേ പറഞ്ഞത്? വരട്ടെ. അത് ശരി, നിങ്ങൾ നേരത്തെ തന്നെ വന്നോ? അവിടെ ഒന്നും ഇരിപ്പുറയ്ക്കുന്നില്ല. അനുവാദം കിട്ടിയപ്പോഴേ ഇങ്ങ് പോന്നു. ചാക്കോച്ചി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. നീ ഇവിടെയും വന്നു? ആരാണ് ഇവരെന്തിനു വന്നു? വരാതിരിക്കാൻ പറ്റുമോ? ഇതെന്റെ കർത്തവ്യമല്ലേ. ഇവർ അവരെ കൊണ്ടുപോകാൻ വന്നവരാണ്. അത് ശരി, ഇവന്റെ ആത്മാവിനെയും അങ്ങോട്ട് കൊണ്ടുപോകാനാണോ നിന്റെ പദ്ധതി? വെറുതെ സമയം കളയണ്ട. ആയിരക്കണക്കിന് പാപങ്ങളുണ്ട് ഇവന്റെ പട്ടികയിൽ. ഇവരെ ഹൃദ്യമായി സ്വീകരിച്ചു കൊണ്ടുപോകാൻ എന്റെ ആൾക്കാർ ഉടനെ വരുന്നുണ്ട്. എല്ലാ മനുഷ്യാത്മാക്കളും ദൈവത്തിന് വിലപ്പെട്ടതാണ്. എത്ര കഷ്ടപ്പെട്ടും എന്ത് വില കൊടുത്തും അവരെയെല്ലാം സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ് ദൈവഹിതം. അതാണ് എന്റെ കർമ്മസാഫല്യം. ആശകളൊക്കെ കൊള്ളാം, പക്ഷേ ഇവന്റെ കാര്യത്തിൽ അത് നടപ്പില്ല. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലെ. ഇവൻ മഹാകേമനല്ലേ, എനിക്ക് പ്രിയപ്പെട്ടവൻ. നാട്ടിൽ രാഷ്ട്രീയ ചേരിയുണ്ടാക്കി ചേരിതിരഞ്ഞ് കലഹങ്ങൾ ആസൂത്രണം ചെയ്തു. എത്രയെത്ര നിരപരാധികളാണ് മരിച്ചു വീണത്. ഇവന്റെ മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ എത്ര പേരെ രോഗികളാക്കി. അതൊക്കെ അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ, ക്ഷമിക്കണം. എന്റെ കണക്ക് പുസ്തകത്തിൽ തിന്മയുടെ കണക്കുകളില്ല, നന്മയുടെ മാത്രം. നന്മയുടെ കണക്ക് നോക്കിയാണ് എന്റെ വിധി. ഇവന്റെ പുസ്തകത്തിൽ നന്മയോ? പാപിയുടെ പശ്ചാത്താപമാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നന്മ. സ്വർഗത്തിൽ പോലും അവന്റെ മാതാപിതാക്കൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെയൊക്കെ നീ കൊണ്ടുപോയതിൽ എനിക്ക് പരാതിയില്ല, പക്ഷേ ഇവനെ എനിക്ക് വേണം. ഇവനെ ഞാൻ എന്റെ സാമ്രാജ്യത്തിൽ കൊണ്ടുപോയി അവിടുത്തെ പ്രധാനിയാക്കും. വളരെ കാലമായി ഒരുവനെങ്കിലും ആ വഴിക്ക് വന്നിട്ട് ഇങ്ങനെ പോയാൽ എന്റെ സാമ്രാജ്യം തന്നെ ഇല്ലാതാവും. അതാണ് ദൈവഹിതം. വരും കാലങ്ങളിൽ ആദവും ഹവ്വായും ഏദൻ തോട്ടത്തിൽ ജീവിച്ചതുപോലെ മനുഷ്യർ ഭൂമിയിൽ ജീവിക്കും. നിന്റെ സാമ്രാജ്യം ശിഥിലമാകും. അവന് വേണ്ടി ഇവരിൽ പലരും പ്രാർത്ഥനയും പരിത്യാഗങ്ങളും പരിഹാരങ്ങളും ചെയ്യുമ്പോൾ അത് സാധ്യമാകില്ല. അവസാനം വരെ ഞാൻ പോരാടും. എന്തായാലും ഈ ആത്മാവിനെ ഞാൻ വിട്ടുതരില്ല. അയ്യോ, അങ്ങനെ പറയരുതേ. അവൻ ഞങ്ങളുടെ ഒരേ ഒരു മകനാണ്. ഞങ്ങൾക്കത് സഹിക്കില്ല. നിങ്ങൾക്കിതിൽ പങ്കില്ല. എനിക്ക് അവനെ കൊണ്ടുപോയേ പറ്റൂ. അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ. കൊള്ളാം, നിങ്ങൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നോ? ഞങ്ങളുടെ മകനല്ലേ, അവന് വേണ്ടി ഞങ്ങൾ എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാണ്. നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് സഹിക്കുവാൻ പറ്റുമോ? അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങൾ എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം. അതൊന്നും സാധ്യമല്ല. അവനെ കൊണ്ടുപോകാൻ എന്റെ ആൾക്കാർ ഇതാ വന്നു കഴിഞ്ഞു. ഇവന്റെ ആത്മാവിനെ ചിറകിലേറ്റി പറക്കുവാൻ ഒരു വ്യൂഹം മാലാഖമാർ തയ്യാറായി കഴിഞ്ഞു. Yeah.